ഹായ് മക്കളെ, ജെയ്മെയിൻ 2025 ഫസ്റ്റ് ഫേസിലെ ജാനുവരി 23 ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 70 നമുക്ക് നോക്കാം. ഓക്കെ, ദി നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് z സാറ്റിസ്ഫൈയിങ് മോഡുലസ് ഓഫ് z ഈസ് ഈക്വൽ ടു 1. സി, ഇത് പ്യുവർലി കോംപ്ലക്സ് നമ്പർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ മോഡുലസ് ഓഫ് z ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അത് നമുക്കറിയാം, ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ഓയിലർ ഫോമിൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിൽ മാറ്റി എഴുതാം, അല്ലേ? എന്താണ്? യെസ്, z ഈസ് ഈക്വൽ ടു r ഇൻറ്റു e റൈസ് ടു i തീറ്റ, അല്ലേ? ഈ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ എന്താണ് മോഡുലസ് ഓഫ് z ആണ്, അല്ലേ? അപ്പോൾ e റൈസ് ടു i തീറ്റ എന്ന് വന്നു. റെഡി അല്ലേ? അപ്പോൾ ഈ മോഡുലസ് ഓഫ് z നമുക്കറിയാൻ തന്നെ 1 ആണ്. അപ്പോൾ z ഈസ് ഈക്വൽ ടു e റൈസ് ടു i തീറ്റ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡി അല്ലേ? ഇനി അടുത്തത് z ഈസ് ഈക്വൽ ടു e റൈസ് ടു i തീറ്റ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് z ബാർ ഈസ് ഈക്വൽ ടു എന്താണ്? e റൈസ് ടു മൈനസ് i തീറ്റയാണ് നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലേ? e റൈസ് ടു മൈനസ് i തീറ്റയാണ്. റെഡി? അപ്പോൾ അങ്ങനെ നമുക്ക് എന്താക്കാം, അത് ഉപയോഗിച്ചിട്ട് ഇതിനെന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വേഗത്തിൽ ആൻസർ ആക്കാം. ഓക്കെ, അപ്പോൾ z നമുക്കറിയാം എന്താണ്? e റൈസ് ടു i തീറ്റ, അല്ലേ? ഡിവൈഡ് ബൈ ഇതെന്താണ്? e റൈസ് ടു മൈനസ് i തീറ്റ പ്ലസ് എഗെയിൻ e റൈസ് ടു i തീറ്റ ഡിവൈഡ് ബൈ എന്താണ്? e റൈസ് ടു മൈനസ് i തീറ്റ, അല്ലേ? മോഡുലസ് ഈസ് 1. മക്കളെ, എന്താണ് e റൈസ് ടു i തീറ്റ ഡിവൈഡ് ബൈ e റൈസ് ടു മൈനസ് i തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം e റൈസ് ടു എന്താണ്? യെസ്, 2i തീറ്റ എന്ന് വരും. റെഡി? ഇനി e റൈസ് ടു i തീറ്റ ഡിവൈഡ് ബൈ, ഓക്കെ ക്ഷമിക്കണം, ഞാൻ ഇത് എഴുതിയാൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മുകളിൽ എന്താണ്? e റൈസ് ടു മൈനസ് i തീറ്റയാണ്, അല്ലേ? ഇവിടെ ആണെങ്കിൽ e റൈസ് ടു i തീറ്റയാണ്, അല്ലേ? അപ്പോൾ ഇത് e റൈസ് ടു മൈനസ് 2i തീറ്റ എന്ന് വരും. മോഡുലസ് ഈസ് ഈക്വൽ ടു 1. Then what is this? What is that? E റൈസ് ടു 2i തീറ്റ പിന്നെ പ്ലസ് e റൈസ് ടു മൈനസ് 2i തീറ്റ, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം, അല്ലേ? അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞുതരാം, അല്ലേ? എന്താണ് e റൈസ് ടു 2i തീറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? യെസ്, കോസ് 2 തീറ്റ പ്ലസ് എന്താണ്? i സൈൻ 2 തീറ്റയാണ്, അല്ലേ? ശ്രദ്ധിക്കുക, പോളാർ ഫോം. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ e റൈസ് ടു മൈനസ് 2i തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, കോസ് 2 തീറ്റ, അല്ലേ? മൈനസ് എന്താണ്? i സൈൻ 2 തീറ്റയാണ്. റെഡി അല്ലേ? ഇനി ഞാൻ ഇതിനെ കൊണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്താ കേട്ടോ? e റൈസ് ടു 2i തീറ്റ, അല്ലെ? പ്ലസ് e റൈസ് ടു മൈനസ് 2i തീറ്റ, അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2 കോസ് 2 തീറ്റയാണ് വരിക. ക്ലിയർ ആയില്ലേ? റെഡി അല്ലേ? 2 കോസ് 2 തീറ്റയാണ് വരിക. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക മക്കളെ? മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? അപ്പോൾ അതായത് നമുക്കിവിടെ എന്ത് കിട്ടും? യെസ്, ഓക്കെ, മോഡുലസ് ഓഫ് 2 കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കോസ് 2 തീറ്റ മോഡ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും പറഞ്ഞാട്ടെ? 1 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താക്കിയാൽ മതി? ഈ മോഡ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ 1/2 എന്ന് പറഞ്ഞ ഈ പുതിയ ട്രിഗണോമെട്രിക് ഇക്വേഷന് എത്ര സൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ നോക്കിയാൽ മതി, അല്ലേ? കാരണം ഇവിടെ ഇപ്പം നമുക്ക് എത്ര തീറ്റ വാല്യൂസ് കിട്ടും അത്രയും നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അല്ലേ? ഇവിടെ ഈ തീറ്റൻ്റെ സമയം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയില്ലേ? എത്ര തീറ്റ വാല്യൂസ് കിട്ടും അത്രയും നമുക്ക് എന്താക്കാം മക്കളെ? കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാക്കാം. നമ്മൾ എന്താക്കിയാൽ മതി? ഈ തീറ്റയുടെ പകരം അവിടെ എന്താക്കിയാൽ മതി? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം z ഈസ് ഈക്വൽ ടു, അല്ലെ? മോഡ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1/2, അല്ലേ? മക്കളെ, ഈ മോഡ് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ 1/2 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് 1/2, അല്ലേ? അപ്പോൾ അതായത് കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? 1/2, അല്ലേ? അതേപോലെ കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? യെസ്, ഇറ്റ് ഈസ് സിംപ്ലി എന്താണ്? മൈനസ് 1/2 എന്ന് വരും. റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 1/2, അല്ല? നമുക്ക് തീറ്റ എവിടെ മുതൽ എത്ര നമ്മൾ എടുക്കുക? തീറ്റ നമ്മളെപ്പോഴും പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്സ്, അല്ലെ? അഥവാ -π മുതൽ +π വരെയാണ് നമ്മൾ തീറ്റ എടുക്കുക, അല്ലെ? -πക്ക് ഓപ്പൺ ഇൻ്റർവൽ. റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, -2π മുതൽ എന്താണ്? +2π വരെയാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ -2π മുതൽ +2π വരെ ഇവർക്ക് എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കുക, അല്ലെ? അപ്പോൾ കോസ് 2 തീറ്റയുടെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, അല്ലേ? നമുക്കറിയാം ഇതെന്താണ്? π/2 ആണ്, അല്ലെ? അങ്ങനെ പോയി ഇങ്ങനെ വരും, അങ്ങനെ വരും, ശരിയല്ലേ? ഇങ്ങനെ 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 വരും ഗ്രാഫ്, അല്ലെ? ഇതാണ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞ ചങ്ങാതിയുടെ ഗ്രാഫ്, അല്ലേ? നമുക്കറിയാം ഇതാണ് 0, അല്ലേ? ഇവിടെയാണ് 0, അല്ലേ? ഇത് π/2, അല്ലേ? ഇതെന്താണ് മക്കളെ? 3π/2. ഇവിടെയാണ് എന്ത് വരിക? 2π എന്ന് വരിക. ഓക്കെ, റെഡി അല്ലേ? -π/2, അല്ലേ? -π/2. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇതെന്താണ്? -3π/2, അല്ലേ? അപ്പോൾ ഇവിടെയാണ് എന്താക്കുക? -2π എന്ന് വരിക. ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എന്താക്കാണ്? ഇവിടെ നമ്മൾ
ഇത് വരയ്ക്കുകയാണ്. ഓക്കെ, എത്ര സൊല്യൂഷൻസ് ഉണ്ട് ഇവിടെയാണ് നമുക്ക് 1/2 വരിക അല്ലേ. സോ 1/2 എത്ര ആംഗിൾസ് നമുക്ക് പോസിബിൾ ആണ്? 1 അല്ലേ, 2 അല്ലേ, അതേപോലെ 3, അതേപോലെ 4 പോസിബിൾ ആണ്. ശരിയല്ലേ? അപ്പോൾ സിമിലർലി ഇവിടെ -1/2 ആണെങ്കിൽ എത്ര എണ്ണം പോസിബിൾ ആണ്? 1, 2, 3, 4 അല്ലേ. അപ്പോൾ ടോട്ടൽ 8 എണ്ണം നമുക്ക് എന്താണ്, 8 തീറ്റ വാല്യൂസ് എന്താണ് നമുക്കിവിടെ പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ ഓരോ തീറ്റ വാല്യൂസും നമുക്ക് എന്താക്കാം, ഓരോ കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാക്കാം അല്ലേ. കാരണം ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ തീറ്റ വാല്യൂസിനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യെസ്, ഓരോ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, റെഡി അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ടോട്ടൽ 8 എണ്ണം എന്നാണ് ഉത്തരം കിട്ടുക. ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ.